വരാനാക്കില്ല. ഭയങ്കര സ്റ്റൈൽ ഇതാണ്ടേ. എത്ര പേർക്കാണ്? ഹൻസുനല്ല ബ്രെഡ് ടോസ്റ്റ് 1 2 അശ്വിന് ഓസിക്ക് അറിയില്ല എത്ര പീസ് 1 2 3 4 5 6. Come on my princess. അങ്ങനെ അല്ലല്ലോ എന്നെ നേരത്തെ വിളിച്ചത്. അയ്യോ കറക്റ്റ് ഇഷാനി 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 ഇഷാനിയാണ്. ഹലോ ഹലോ ഫ്രം ബാലി. ഞാനിവിടെ വന്നിട്ട് അങ്ങോട്ട് തുടങ്ങിയില്ല വീഡിയോ എടുക്കലൊന്നും. അപ്പോൾ നോക്കിയപ്പോൾ ഇത്തവണ ഒരു പുതിയ ആളും കൂടെ എടുത്തു തുടങ്ങി. കിച്ചു വീഡിയോ എടുക്കുമായിരുന്നു. ഞാൻ വെച്ചാൽ കിച്ചു എടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ മടിച്ചിരിക്കുമായിരുന്നു. നമ്മുടെ ട്രാവൽ ഭയങ്കര ലോങ് ആയിരുന്നുകൊണ്ട് ഭയങ്കര ഡ്രൗസി ഫീൽ. ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തൊട്ട് നമ്മുടെ റൂമിൽ എത്തുന്നത് വരെ എനിക്ക് തോന്നുന്നു 10-16 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു. സോ ഐം എക്സ്ട്രീംലി ടയേർഡ്, ഡ്രൗസി. ഇന്ന് രാവിലെ എനിക്ക് ഉറക്കം വേണ്ടിയിട്ട് എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ സിന്ധു കൃഷ്ണയ്ക്ക് ഒരു കോമ്പറ്റീഷനായിട്ട് പുതിയൊരാൾ ഇറങ്ങിയിട്ടുണ്ട്. ദോ പോണു കൃഷ്ണകുമാർ. സോ ഇവിടെ എന്തൊരു സ്വിങ് ഉണ്ട്, അവിടെ പോകാനാണ് വന്നേക്കണം. പക്ഷെ എനിക്ക് പേടിയാകാനാണ് സാധ്യത. ഞാനതിൽ കയറാനുള്ള ചാൻസ് കുറവാണ്. പോയി നോക്കാം. സെപ്പറേറ്റ് പൈസ കൊടുക്കും. അല്ല അതാപ്പാ അമ്മ പറഞ്ഞു അവിടെ വേറെ ആദ്യം കയറുന്നത്. ഞാൻ എന്തായാലും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് സ്വിങ്. പക്ഷേ ഞാൻ കയറുന്നില്ല, എനിക്ക് ഹൈറ്റ് പേടിയാണ്. പിന്നെ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അത് ഇരുന്നിട്ട് ഭംഗിയുള്ളൂ. ഈ ചുടിദാറൊക്കെ ഇട്ടിട്ടിരുന്ന ഒരു ലുക്കും ഇല്ല. അപ്പോൾ അതുപോലത്തെ ഡ്രസ്സ് ഇടാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് അവരൊക്കെ പോയി. കപ്പിൾസായിട്ടൊക്കെ എടുക്കുന്ന ഏതൊക്കെയോ ഉണ്ട് കേട്ടോ.
പക്ഷെ അതിന് പറ്റിയൊരു റൊമാൻറ്റിക് മൂഡിലൊന്നും അല്ല ഞാനും കിച്ചു. ഞങ്ങളല്ലാതെ അവിടെ നിന്നൊരു സാധാ ഫോട്ടോ എടുത്ത്. എനിക്ക് ചൂട്, എനിക്ക് വെതർ പറ്റുന്നില്ല. ഇറ്റ്സ് വെരി ഹോട്ട് ഫോർ മീ. സഹിക്കാൻ പറ്റ ചൂട്. ഫാനൊന്നുമില്ലത്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ബോട്ടിൽ വാട്ടർ അവിടെ വാങ്ങി വെച്ചു അവർ. വെള്ളം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, ഇവിടെ നിന്ന് ഇവരുടെ തന്നെ വാങ്ങണം. ഇവിടെ വന്നപ്പോൾ ഇവരുടെ വെള്ളത്തിൻ്റെ വില പുള്ളിക്കാരൻ ചോദിക്കുക, ഒരു ബോട്ടിൽ വെള്ളം 42,000 രൂപ ഓക്കെ ആണോ? 42,000 രൂപ എത്ര രൂപയായിരിക്കും നമ്മുടെ നാട്ടിൽ? 2 ലക്ഷം. ഒരു 500 രൂപയ്ക്കുള്ളിൽ എന്തായാലും വരും. അപ്പോൾ 500 രൂപയുടെ വെള്ളം വേണ്ടാന്ന് പറഞ്ഞു. അമ്മൂൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു. ബേബിക്ക് വെള്ളം വേണോ? ഞാൻ വെള്ളം തരട്ടെ? വെള്ളം തരാം. ഞാൻ ബാഗുകൾക്കെല്ലാം കാവലിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതുപോലെ എപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ബാഗെല്ലാം വെച്ചിട്ട് പോയി പണി കിട്ടും. ഇതെല്ലാം കൂടെ തൂക്കിക്കൊണ്ട് പോകാനും എനിക്ക് ബുദ്ധിമുട്ട്. അതെ, ഓസി പോകാൻ പോവാം. അടുത്തത് നമ്മുടെ ഇഷാനിയാണ് പോകുന്നത്. ഇഷാനി ഒരു ലൈറ്റ് വയലറ്റ് ഡ്രസ്സായിട്ടേക്കുന്നത്. എല്ലാവരും ഡാർക്ക് ഷെയ്ഡ് എടുത്തപ്പോൾ ഇഷാനി ലൈറ്റ് ഇതാണ്. അടുത്തത് എൻ്റെ ഹൻസ് കുട്ടിയാണ്. മെറൂൺ കളർ, ഒരു വൈൻ കളർ ഡ്രസ്സാണ് ഹൻസ് കുട്ടിയിട്ടേക്കുന്നത്. പേടിയാവുന്നു. അടുത്തത് അമ്മുവാണ്. ഞാനിവിടെ കുറേ സാധനങ്ങൾക്ക് കാവലിരിക്കുന്നു. എല്ലാവരും ഇൻസിസ്റ്റ് ചെയ്തു ഞാനും കൂടെ ഇടണം, ഞാനും കൂടെ ഫോട്ടോ എടുക്കണം. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും മേ ബി നമ്മളിനി ഒരു ബാലി ട്രിപ്പ് ഇതുപോലെ വരുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ വീട്ടിൽ പോയിട്ട് വിചാരിച്ചാലോ ഡ്രസ്സ് ചെയ്യായിരുന്നു, ഇടായിരുന്നു എന്നൊക്കെ വിചാരിച്ചാലോ. അതുകൊണ്ടാണ് ഞാനും ഇട്ടു. ഞാൻ എല്ലാം എടുക്കാൻ കാര്യം കപ്പിൾസിൻ്റെ എടുക്കുമ്പോൾ കിച്ചുവിൻ്റെ ഉടുപ്പ് ടീഷർട്ട് ഇട്ടേക്കുന്ന മഞ്ഞ കളറാണ്. അതിന് ചേരുന്ന പോലെയാണ് ഞാൻ മഞ്ഞ എടുത്തത്. പക്ഷെ കുഴപ്പമില്ല, മഞ്ഞ എനിക്ക് ചേരുന്നുണ്ട്. ഞാൻ ഇഷാനിയോട് മഞ്ഞ എന്താ എടുക്കാത്തതെന്ന് വെച്ചപ്പോൾ ഇഷാനി പറഞ്ഞ് പച്ച കളറുമായിട്ട് മഞ്ഞ അങ്ങ് ഭയങ്കര മേജായി പോവും എന്ന് ഇഷാനി പറയും. മഞ്ഞ ഒരു അത്ര ഗുഡ് ഐഡിയ അല്ല, എന്നാലും കിച്ചുവിൻ്റെ ഡ്രസ്സിന് മാച്ച് ആകാൻ വേണ്ടിയാണ് ഞാൻ ഈ മഞ്ഞ എടുത്തത്. ഐ ഹോപ്പ് ഐ ഡോണ്ട് ഗെറ്റ് സ്കെയർഡ്. മാനസിക പ്രശ്നമാണ്. അവർ 4 പേരും കൂടെ എടുക്കുന്നു. സോ പ്രിറ്റി. എന്ത് രസമാണ് 4 പേരും അങ്ങനെ ഇരിക്കുന്ന കാണാൻ. അതിൻ്റെ ബാക്കിൽ അവർ 4 പേരും ചെയ്യുന്നു, കാണുന്നുണ്ടോ? കോൺഫിഡൻ്റ് ആയിട്ട് അശ്വിൻ സ്ട്രേറ്റ് വീഡിയോ എടുക്ക്. അശ്വിൻ ടേക്സ് ഗുഡ് പിക്ചേഴ്സ്.
അമ്മ ഇനി അങ്ങോട്ട് അവിടെ എത്തിയിട്ടൊന്ന് എന്നെ നോക്കണേ. ഒന്ന് നോക്കുവോ? ആ പെർഫെക്റ്റ്. ഒന്ന് നോക്കുവോ അമ്മ? രണ്ട് സൈഡിൽ നിന്ന് വിളിച്ച അമ്മ എവിടെ നോക്കും? ഇനി അവിടെ ഇങ്ങനെ കൃഷി നോക്ക്, പല തട്ടാണ്. ക്യാമറ ചരിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് നമുക്ക് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണ് ഇത് സജസ്റ്റ് ചെയ്ത് തന്നത് ഈ ഒരു സ്പോട്ട്. അപ്പം ഒരു വില്ലേജ് പോലത്തെ ഏരിയയിലാണ്. അപ്പോൾ കാറിങ്ങനെ വന്ന് ഇവിടെ കയറിയപ്പോൾ മൈ ഗോഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. മുകളിൽ നിന്നൊക്കെ കാണണം, ഭയങ്കര വ്യൂ. നമുക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുന്നത് വലിയൊരു ഗണപതിയുടെ ഒരു സ്റ്റാച്യു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ എസൻസ് ഹിന്ദു പോപ്പുലേഷൻ ധാരാളമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു രാജ്യത്ത് മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്കത് കുറച്ചൊരു ലൈക്ക് മേ ബി നമുക്ക് ഇന്ത്യയിൽ അവിടെയാണല്ലോ കൂടുതൽ ഇതുള്ളത്. നമുക്കൊന്ന് യൂസ്ഡ് ആണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ കുറേ പറയും. ഇന്നലെ ഞങ്ങളുടെ അവിടെ ഹോട്ടലിൽ വന്ന ആ പെൺകുട്ടിയുടെ പേര് പുത്രി. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറയുക ലൈക്ക് ഇവരൊക്കെ എനിക്ക് തോന്നുന്നു അവർ പ്രേയേഴ്സൊക്കെ ചെയ്യുന്നത് ലൈക്ക് ഫയർ. ഇപ്പം അവർ രാവിലെ ഒരു അടുക്കളയിൽ തീ കത്തിക്കുമ്പോൾ ഫയർ ഗോഡാണ്. സോ അതിനുള്ള പ്രേയേഴ്സ് അവർ ചെയ്യും. പിന്നെ അവർ വെള്ളം അവർക്ക് വലിയ കിണറുണ്ട്. അപ്പോൾ ആ കിണറ്റിലെ വെള്ളം വലിയ കിണറാണ്. അതിൽ വെള്ളം എടുത്താണ് അവർക്ക് ഫാമിംഗ് ഉണ്ട്, നെല്ലൊക്കെ ഉണ്ട്, അതിനിട്ടുണ്ട്. അപ്പോൾ അവിടെ അവരെന്നും പണി ചെയ്യുന്നതിന് മുമ്പ് വാട്ടർ ഗോഡിന് വേണ്ടിയുള്ള പ്രേയേഴ്സ് ചെയ്യും. എന്തൊക്കെയോ ഇന്നലെ കുട്ടി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പക്ഷേ പണ്ട് കാലത്തൊക്കെ ഇന്ത്യയിലൊക്കെ അങ്ങനെ ആയിരുന്നു കാണും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ അത്രയ്ക്ക് ഇതായിട്ട് ചെയ്യുന്നില്ലല്ലോ. ആ രീതിയിൽ ഓരോ വായുവിനും വെള്ളത്തിനും തീക്കും ഒന്നും അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞിട്ടൊന്നും നമ്മളങ്ങനെ ഇപ്പോൾ അങ്ങനെ അധികം ചെയ്യാറ്. പക്ഷേ ഇവരെല്ലാം അതെപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെ പോയാലും ഇങ്ങനെ കൻ സി ലോട്ട് ഓഫ് ഹിന്ദു ഗോഡ്സിൻ്റെ സ്റ്റാച്യൂസ് എവ്രിവെയർ. ആൻഡ് ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മഹാഭാരതത്തിൻ്റെ പല സീൻസ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്റ്റാച്യൂസ്, ഹ്യൂജ് സ്റ്റാച്യൂസ്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കണ്ടിട്ടേ ഇല്ല. എന്താ ഇവിടെ ബാക്കിലെ മറ്റേ ഹോട്ട് ടബിൻ്റെ ഒരു പൂളുണ്ട്. അവരെങ്ങനെ എടുക്കുന്നില്ല. എൻ്റെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇഷാനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് ഒരു കൊതി ഹോട്ട് വാട്ടർ ചാടാൻ. നമ്മൾ പഞ്ചപാണ്ഡവരുടെ സ്റ്റാച്ചു കണ്ടു. പിന്നെ ഞാൻ ആ ക്യാരക്ടറിന്റെ പേര് മറന്നുപോയി. അർജുനനൊന്നുമല്ല, ദുര്യോധനനല്ല, ഘടോൽക്കജൻ. അത് കണ്ടു. കൃഷ്ണന്റെ കണ്ടു. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മുടെ നാട്ടിൽ ദൈവത്തിനൊരു ദൈവം രീതിയിൽ ഇതിങ്ങനെ വളരെ റോക്ക് സ്റ്റാച്യൂസ് ആ കളറാണ്, പക്ഷെ ഹ്യൂജ് ആണ്, ബിഗ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ മര്യാദയ്ക്ക് എടുത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് കാറി ടയേർഡായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അയ്യോ നമ്മൾ ഫോൺ എടുത്തപ്പോൾ ഫോണൊക്കെ നമ്മളങ്ങ് കടന്നു പോയി. പിന്നെ ഇവിടെ ഡിന്നർ കിട്ടാൻ പോകണം എന്താണെന്ന് അറിയത്തില്ല. നീ പതുക്കെ കഴിച്ചടാ. പതുക്കെ എനിക്കൊരു ഇനി ഒരു 3 മണിക്കൂർ വേണം ഡിന്നർ കഴിക്കാൻ സമയം. നിനക്ക് രാത്രി ഇപ്പോൾ എന്തെങ്കിലും റൂമിൽ ഓർഡർ ചെയ്യാം. ഇന്നലെ അവിടെ നമ്മൾ താമസിക്കുന്ന കുറച്ച് ഉള്ളിലേക്ക് അവിടെ മറ്റേ ഗ്രാബ്, ഇവിടെ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നുമില്ല, ഗ്രാബാണുള്ളത്. ഗ്രാബിൽ ഓർഡർ ചെയ്തിട്ട് ആദ്യത്തെ ക്യാൻസലായി, രണ്ടാമത്തെയും ക്യാൻസലായി, മൂന്നാമത്തെ പിന്നെ അമ്മൂൻ്റെ ഫോണിൽ കൂടെ ചേട്ടാ കിട്ടിയത്. ഞാൻ ഓർഡർ ചെയ്ത് 7:30-ക്കാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് രാത്രി 10:30-ക്കാണ്. സോ ദാറ്റ് വാസ് എ ഡിസാസ്റ്റർ. പക്ഷേ ഇന്ന് അമ്മൂൻ്റെ ഫോണിൽ നിന്ന് തന്നെ 7:30-ക്കാണ് ഓർഡർ ചെയ്തു. ഫോണിൻ്റെ അല്ല, അത് ലക്കാണ്, ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഇന്നലെ ഓർഡർ ആ ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്തു.
ഫുഡ് ഗ്രേറ്റ് അല്ലായിരുന്നു. ഇവർ ഓർഡർ ചെയ്ത ബിരിയാണി ഓക്കെയാണ്. അല്ല എന്ന് പറഞ്ഞാൽ അല്ലേ? കുഴപ്പമില്ല. അപ്പം ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും കഴിക്കും, അതായിരിക്കും ഏറ്റവും നല്ലത്. ലോക്കൽ റൈസ് നമ്മുടെ ഫുഡ് കഴിച്ചിട്ടാ. ഇഷാനിക്ക് റൈസ് ആണോ ഇഷാനി? സൂപ്പ് വേണോ? ഞാൻ ലോക്കൽ റൈസ് പറയും. രസമൊന്നും കാണത്തില്ല, ചോദിച്ചു നോക്ക്. അല്ല വേറെ ആരൊക്കെ റൈസ് കഴിക്കും? നമ്മളാരും കഴിക്കില്ലേ? You have rasam? You have, right? One by, can you take it 1/2? Half? Yes, I can make 1/2. 1/2 one. എന്തോന്ന് രസോ കുടിക്കാനാ? അയാളെ വിഷമം മുഴുവൻ ഇന്നത്തെ തീർക്കാൻ പോവാ ഇവിടെ. ഒന്നും കഴിച്ചിട്ടില്ല. Okay, I'll have one portion of local rice ആദ്യം രസം and one dal tadka. Do you have the fish tawa fry? Which fish is it? It's not my fish. Okay. Okay. I'll show you one picture. Can you tell me if that's available? അവരുടെ കൂടെ പോകണം. അവരുടെ കൂടെ I want it like this, not. ഞാൻ എന്താ രസം കഴിക്കും. You want chicken? This is chicken. Yes. Okay. So എന്തോന്നടേ fish, will you be able to cut it like this, Sarangi? Because I don't want the bone. ബോണം കളഞ്ഞാ പോരെ? Actually, because the bone is just in the middle. This here. Just this fish is available for fish. Yes. No other fish. No, only for this one we have like fish and chips. We have like. ഞാൻ അമ്മ എനിക്ക് വേണ്ടി മരിച്ചൊക്കെ എഡിറ്റ് ചെയ്യും. Okay, China. ധൃതി ഉണ്ടെങ്കിലേ ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അങ്കിൾ. അവൻ വിശന്ന് മരിച്ച് എനിക്കത് വേണ്ട പതുക്കെ മതി. ഒരു തമിഴ്നാട് മണമുള്ള ഭക്ഷണം കാത്തിരിക്കുമായിരുന്നു. സാമ്പാറിന് മണം കിട്ടിയപ്പോ സന്തോഷമായ. ചട്ടിയുടെ കൂടെ എടുത്ത് ഒഴിക്കുന്നതിനകത്ത്. ഏറ്റവും നല്ലത്. ഓ സാപ്പിട് പെട്ടെന്ന് പറയാം. എങ്ങനെ അടിപൊളി. നല്ല വട വന്നില്ലല്ലേ? അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു കാണും ദോശ കണ്ടോ. തന്റെ വീട്ടുകാരി വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൊച്ച് ഫൈനലി ഫുഡ് തിന്നു. ഓ എൻ പുള്ള സാപ്പാടെല്ലാം ഇല്ലാമ സത്ത് പോയിട്ടുണ്ട്. ഇപ്പതാ அந்த நல்ல ഭക്ഷണം കിട്ടിയിருக்கு. വെജ് ഫുഡ്. ഹാപ്പി ആയോടാ? ഉച്ചക്ക് മീനിന്റെ സാധനം ഇട്ട നൂഡിൽസ് ഒക്കെ കൊടുത്ത്. അയ്യോ കർമ്മം. എൻ പുള്ള മീനെല്ലാം സാപ്പിട പോയിട്ട്. കഴിക്കേ പൊളിക്ക്. ബൈ. ഓഫ് പണിക്കോ. ഇത് കാണുമ്പോ അശ്വിന്റെ അമ്മ ഹാപ്പി ആവും. തമിഴ്നാട് ടേസ്റ്റ് ആണോ അതോ നമ്മുടെ കേരള ടേസ്റ്റ് ആണോ സാമ്പാറൊക്കെ? ഇച്ചിരി മധുരം ഉണ്ടോ? അശ്വിന് പക്ഷെ മധുരമുള്ള സാമ്പാർ ഇഷ്ടമല്ലല്ലോ. അത്ര മധുരം. വെജീസ് കുറച്ച് ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ ഇൻ ബാലി. നമുക്ക് എന്നും രാവിലെ ആകുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇവിടെ ഒരാൾ വരും. ഈ ഒരു വില്ലയുടെ ഇതൊരു ഹോട്ടൽ കൈൻഡ് ആയിരിക്കുമല്ലോ. അതിൻ്റെ മെയിൻ ഷെഫ് വന്ന് തലേ ദിവസമേ നമുക്ക് വേണ്ടതെല്ലാം ചോദിച്ചു വെച്ചേക്കും. എന്നിട്ട് രാവിലെ നമ്മുടെ ഇവിടുത്തെ കിച്ചണിൽ തന്നെ വന്നാണ് അതെല്ലാവരും പ്രിപ്പയർ ചെയ്ത് സോ ബ്യൂട്ടിഫുള്ളി ദേ അറേഞ്ച് ടേബിൾ ആൻഡ് ഗോ. ഇന്നലെ 2 പേരുണ്ടായിരുന്നു. ഇന്ന് ഒരാളാണ്. എന്ത് രസമായിട്ട് ചെയ്യുമ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെയൊക്കെ അവിടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തൊരു അലമ്പാണ്. നമുക്ക് സൂപ്പറായിട്ട് പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ പാ. I like it. I like the shirt. Thank you. It's very classy. Okay. ഞാൻ അവിടെ ബാലി കഴിക്കുന്നില്ല. പിന്നെ അവിടെ
അങ്ങനെ നമ്മൾ രണ്ടുപേരും അടിപൊളി ഒരു സ്പാ കഴിഞ്ഞു. നല്ലതായിരുന്നു, നല്ല റിലാക്സിങ് ആയിരുന്നു. ഇന്ന് പുറത്ത് പോകണം, ഇനിയിപ്പോൾ ഒന്ന് നടക്കേണ്ടി വരും, ഷോപ്പിങ്ങിനൊക്കെ പോകണം എന്നാലോചിച്ചിട്ട് ഞങ്ങൾക്കൊരു വിഷമം. തിരിച്ച് റൂമിൽ പോയി കിടന്നിറങ്ങാനേ കൊള്ളായിരുന്നല്ലേ. നമ്മുടെ നാട്ടിലില്ലാത്തൊരു ചെടി. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പിള്ളേരൊക്കെ കഴിഞ്ഞത് നോക്കാം. എല്ലായിടത്തും ഇങ്ങനത്തെ ഡെക്കറേഷനാണ്. പാടം ഇത് പണ്ട് ഒരു ഹിന്ദു രാജ്യമായിരുന്നു, 10ാം നൂറ്റാണ്ടിലൊക്കെ. അന്നത്തെ രാജാവിൻ്റെ പേര് ശ്രീ കേസരി വർമ്മദേവൻ എന്നായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ആക്ച്വലി ഡച്ച്, ബ്രിട്ടീഷ്, പോർച്ചുഗീസ് എല്ലാവരും ഇൻവൈഡ് ചെയ്തു. ലാസ്റ്റ് ഇത് ജപ്പാൻ്റെ കൈവശം ഇരുന്നപ്പോൾ എത്രയോ വർഷങ്ങൾ, കൃത്യം വർഷം ഓർമ്മിക്കുന്ന 1950 or 56 കൊണ്ടാണ് ഇത് ഇന്തോനേഷ്യയുടെ കൂടെ ചേർത്ത് ഇന്തോനേഷ്യയുടെ ഭാഗമായത്. ഇതിനിടയ്ക്ക് ഇവിടെ ബുദ്ധിസം വന്നിട്ടുണ്ട്. മനോഹര ഒരു ഐലൻഡ് നേഷൻ പോലെയാണ് ബാലി. എല്ലായിടത്തും പ്രത്യേകത ഉണ്ടല്ലോ, ഇവിടുത്തെ എല്ലാ എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. ഓരോ ബിൽഡിങ്സും ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ ഒരു പാലസ് ആണ്, രാജാവിൻ്റെ ഒക്കെ കസേര. അവരൊക്കെ കിടന്നു ഒരു കാലത്ത് ഇതൊക്കെ പല്ലക്ക് പോലത്തെ എടുത്തോണ്ട് പോകുന്നത്. ഇതൊക്കെ അവരെ രാജാവും മന്ത്രിമാരും ഒക്കെ വന്നിരുന്നു അതുപോലത്തെ സ്ഥലങ്ങളായിരിക്കും. ഇതിനുള്ളിലായിരിക്കും അവർ താമസിക്കുന്ന വീട്. How are you enjoying? കരിക്കിൻ്റെ സൈസ് ഭയങ്കര വലുതായിരുന്നു. വേസ്റ്റ് ആക്കുന്നതുകൊണ്ട് ഞാൻ ഫുൾ കുടിച്ചു. അപ്പോൾ അത് കുടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഛർദ്ദിക്കാൻ വരുന്നു. ഭയങ്കര ഫുള്ളായി പോയി. ആണോ? ഒരു ബക്കറ്റിൻ്റെ അത്ര അവിടെ ഇരുന്നോട്ടെ. ബക്കറ്റും അല്ല, അതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടോ ബാലി? യെസ്, ഇറ്റ്സ് വെരി സിമിലർ നമ്മൾ പോയ ബാങ്കോക്ക്, മലേഷ്യ ഒക്കെ. ഒരേ വൈബാണ് ഏകദേശം. അമ്മ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞാൻ ഒന്നും വാങ്ങിയില്ല, എനിക്ക് പറ്റിയ ഒന്നും ഈ നാട്ടിലില്ല. ഇവരൊക്കെ എന്തൊക്കെയോ അമ്മയുടെ നമ്മൾ പറയും വേറെ നാട്ടിൽ വരുമ്പോൾ വേറെ ഡ്രസ്സ് ഇടുക, ചുരിദാർ മാത്രം ഉണ്ടാകും. പക്ഷെ അമ്മ ചുരിദാറല്ലേ ഇപ്പോൾ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചു, അല്ലെങ്കിൽ ഫുൾ ചുരിദാറാണ്. അമ്മ പറയാൻ പറ്റും അത് മാത്രമേ ചേരൂ. അത് എനിക്കതേ ചെയ്യും. ഇങ്ങനത്തെ കിട്ടാൻ ലുക്കിലേക്ക് വേണ്ടി ഇരിക്കട്ടെ. എങ്ങോട്ടായിരുന്നു ഡയറക്റ്റ്? സ്റ്റോക്കിന്റെ എല്ലാ കളറും ഉണ്ട്. അവർക്ക് പോലും ഇല്ലാത്ത കളറുണ്ട്. അവിടെ വെച്ച് അമ്മ ടഫായിട്ട് വാങ്ങാൻ വേണ്ടെന്ന് നമുക്കിവിടെ
ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എന്നും ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരനാണ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എന്നും ഉണ്ടാക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ ഈ പ്രോപ്പർട്ടി. നമുക്ക് മാത്രമായിട്ട് ഒരു ഇതുപോലത്തെ ഒരു വില്ല. സോ ബ്യൂട്ടിഫുൾ. ഇവിടെയൊക്കെ ഒരു മസാജ് ഏരിയ ഉണ്ട്. നമുക്കിപ്പോൾ അതുപോലെ എന്തെങ്കിലും സ്പാ ഒക്കെ ചെയ്യണമെങ്കിൽ വിളിച്ചാൽ ഇവിടെ ആൾ വന്ന് ചെയ്ത് തരും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നുണ്ടോ? ഇതേപോലത്തെ വേറെ വില്ലാസായത്. ഇതൊക്കെ ഒരു ഓണറിൻ്റെ ഈ ഒരു ഏരിയയിൽ കുറേ ഇതുപോലത്തെ പ്രൈവറ്റ് വില്ലാസ്. നമ്മളിനി മറ്റൊരു സ്ഥലത്തോട്ട് പോവുക. ഫെറിയിലാണ് പോകേണ്ടത്. അപ്പം നമ്മളെ വണ്ടി ഡ്രൈവറൊക്കെ ഇവിടെ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഇനി നമ്മൾ അങ്ങോട്ട് പോവാം. അയ്യോ എന്തൊരു വെയിൽ. നമ്മൾ ഐലൻഡിലോട്ട് പോയിട്ടുണ്ട്. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇതെന്ന് നമ്മൾ വിചാരിച്ചത്. കുഴപ്പമില്ല, ഫീലൊന്നും ഇല്ല. ആരെ കണ്ടു തുടങ്ങി. അത് എക്സൈറ്റിംഗ് ആണ്. അതുപോലത്തേക്ക് ബോട്ടിൽ വരുമ്പോൾ കുറേ നേരം കടൽ മാത്രമായി. ഇനി ഒന്ന് കര കണ്ടു തുടങ്ങുമ്പോൾ അപ്പ സമാധാനമായി. ഞങ്ങൾ തായ്ലൻഡ് പോയപ്പോഴൊക്കെ ഇതുപോലെ 1-2 ഐലൻഡിൽ പോയപ്പോഴേ ഇതുപോലെ കുറച്ച് നേരം ബോട്ട് റൈഡ് 1.5 hour ഒക്കെ ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. അതൊരു ഏകദേശം 1 മണിക്കൂറോളം ഡീപ്പ് സീയിലായിരുന്നു. പേടിച്ച് വരണ്ടാണെന്നില്ല. ഇന്നെനിക്ക് അത്ര പേടിയൊന്നും അല്ല. മെയിൻലി കിച്ചു കൊള്ളുണ്ടായിരിക്കാം. ഇത് വല്ലാണ്ട് പേടിയൊന്നും അല്ല. ബോട്ടിലിറങ്ങി നമ്മുടെ കാറും ഡ്രൈവറും ഗൈഡും ഇവരെയൊക്കെ തപ്പി. വെയിൽ അമ്മേ. One language means 4 buttermilk, 4 buttermilk, 1 normal. 4 buttermilk or 4 buttermilk or 3 buttermilk? 3 buttermilk. Sorry, I'm going to നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ എത്തി.
നമ്മളിപ്പോൾ നേരത്തെ താമസിച്ച പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ബോട്ടെല്ലാം കയറി ഒരു 1 hour ട്രാവൽ ചെയ്ത് നൂസ പെനീഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ യൂഷ്വലി ആൾക്കാർ വന്ന് പോകും, ജസ്റ്റ് രാവിലെ വരും വൈകിട്ട് പോകും, അങ്ങനെയാണ് കൂടുതൽ ചെയ്യാറ്. ഞങ്ങളുടെ ട്രാവൽ ഏജൻറ്റും അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് ടു മച്ച് ഓഫ് 2 നേരം 2 പ്രാവശ്യമുള്ളൊരു ബോട്ടിൽ കടലിലൂടെയുള്ള റൈഡാകുമ്പോൾ നമുക്ക് ടു മച്ച് ആയിപ്പോൾ നമുക്ക് ഒരു ദിവസം നിൽക്കാം എന്നിട്ട് പോവാം എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഈ ഒരു റിസോർട്ടിലാണ്. നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്, പക്ഷേ കുറച്ച് ഡെസേർട്ടഡാണ്, അധികം ആൾക്കാരെയൊന്നും കാണുന്നില്ല. ബ്യൂട്ടിഫുൾ സീ ദാറ്റ്. ഞാനിപ്പോൾ ഇതുവരെ എടുത്ത ഫുട്ടേജസൊക്കെ കൂടെ എത്ര മിനിറ്റായി എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും കുറച്ച് ഉഴപ്പുന്നുണ്ടായിരുന്നു. I was like feeling a bit sick. എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതിന് മുന്നേ എന്തോ പറ്റി എനിക്കൊരു ഉളുക്ക് വീണേ ബാക്കിൽ, ഒരു വാക്കല്ലാത്തൊരു ഉളുക്ക്. ആൻഡ് കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഉളുക്കും വല്ലതും വീണ അതിനെ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാതെ ഇരിക്കും. മൈൻഡ് ചെയ്യാതിരുന്നാലാണ് അതങ്ങ് ശരിയാവുക. പക്ഷെ കഷ്ടകാലത്തിന് കിച്ചുവിൻ്റെ നടു ഉളുക്കി എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം തടവാൻ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ എനിക്കൊരു ഉളുക്കുണ്ട്, ഞാൻ തടവിയാൽ എനിക്കത് ബുദ്ധിമുട്ടായി പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കിച്ചുവിന് ഭയങ്കര പെയിനായിട്ട് ഇങ്ങനെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോയി കിച്ചുവിന് തടവി കൊടുത്തപ്പോൾ കിച്ചു ഞാൻ നിനക്ക് ഉൾക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തടവി തരാമെന്ന് പറഞ്ഞിട്ട് കിച്ചു ഒന്ന് നന്നായിട്ടൊന്ന് കൈയുടെ മുട്ടൊക്കെ വെച്ച് പിടിപിടിച്ചു. അതോടുകൂടി എൻ്റെ ഉളുക്കൊന്ന് ചെറുതായിട്ടൊന്നങ്ങ് ഇളകി. പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് വി വർ ട്രാവലിങ്, നമ്മൾ റെസ്റ്റ് ഇല്ലാതെ എത്രയോ മണിക്കൂർ ഫ്ലൈറ്റ് ജേർണി, എത്ര മണിക്കൂറെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അയ്യോ ഒത്തിരി മണിക്കൂർ. അത് പിന്നെ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലെത്താനായാലും ഹോട്ടലിൽ നിന്ന് ഓരോ സൈറ്റ് സീയിങ് പ്ലേസസിലെത്താനായാലും അവിടെ ബാലി നമ്മൾ ഉബുദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര ട്രാഫിക്കാണ്. ബാംഗ്ലൂർ ട്രാഫിക്കൊക്കെ നാണിച്ചു പോകും, അതുപോലത്തെ ട്രാഫിക്കാണ്. അപ്പോൾ ഇങ്ങനെ കാറുകൾ ഇരുന്ന് എനിക്ക് എൻ്റെ ഈ ഒരു വേദന അങ്ങ് ഫുള്ള് ഇപ്പം അങ്ങ് സ്പ്രെഡായി, ഹോൾ ലെഗ്, മുതുക്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ നമ്മളിവിടെ ഒരു സ്പായ്ക്ക് പോയി, സ്പായും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ഒന്ന് ഇളകി ആകപ്പാടെ. പഠിക്കാൻ നല്ല വേദനയിലാണ്, അത്യാവശ്യം നല്ല വേദനയിലാണ്. ഇന്നിനി നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യണം. വെരി പീസ്ഫുൾ പ്ലേസ്. മുമ്പിൽ കടലുണ്ട്, തൊട്ട് ഫ്രണ്ടിൽ ഇതുപോലെ പൂളുണ്ട്, പിള്ളേരെല്ലാം കളിച്ച് നടക്കുന്നുണ്ട്. ഇത് ഓസി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓസിയുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിന് ആരൊക്കെയോ വന്നിട്ട് മിഥുനം സ്റ്റൈൽ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു മിഥുനം സ്റ്റൈൽ അല്ല. ഈ ഒരു ഞങ്ങളുടെ ഒരു ബാലി ട്രിപ്പ്, ഞങ്ങളുടെ ഒരു ഫാമിലി ബാലി ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്ത് കാലങ്ങളായിട്ടുള്ള സംസാരം നടക്കുന്ന ഒരു ട്രിപ്പായിരുന്നു. ഡേറ്റ് മാത്രം ഫിക്സ് ആക്കിയിട്ടില്ലായിരുന്നു. ലൈക്ക് വി ആർ പ്ലാനിങ് ആൻഡ് ടോക്സ് വർ ഗോയിങ് ഓൺ ഫോർ ആൻഡ് ഓരോ പ്രാവശ്യം നമ്മളതൊന്ന് ലോക്ക് ചെയ്യാൻ നോക്കുമ്പോഴും എന്തെങ്കിലും ഒരു കാരണം കാണും. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു വർക്ക് വരികയോ എന്തെങ്കിലും നമുക്കൊരു ഇത് വരികയോ നമ്മളതിനെ അങ്ങോട്ട് പുഷ് ചെയ്യും. അങ്ങനെ അത് പുഷ് ചെയ്ത് എപ്പോഴും എത്തിയപ്പോൾ പിന്നെ പറയാൻ ഇനിയിപ്പോൾ എന്തായാലും ഓസിയുടെ കല്യാണ സീസണൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഓൾറെഡി പെൻഡിങ്ങിലുള്ള ഒരു ഫാമിലി ട്രിപ്പായിരുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഓസിയും കൂടെ വരേണ്ടിയിരുന്ന ഒരു ഫാമിലി ട്രിപ്പായിരുന്നു ഈ ഒരു ബാലി ട്രിപ്പ്. അപ്പോൾ ഇവരുടെ കല്യാണം ആയപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ട്രിപ്പിൽ ഓസി വരുന്നുണ്ടെങ്കിൽ ലൈക്ക് വി വോണ്ട് ടു ബ്രിങ് ലൈക്ക് യു ബോത്ത് ക്യാൻ ഓൾസോ ജോയിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ വെൽക്കം എന്ന് പറഞ്ഞിട്ടാണ് അവരും കൂടെ ട്രിപ്പിൽ വന്നത്. അല്ലാതെ ഹണിമൂൺ അവർ പോയപ്പോൾ ഞങ്ങളുടെ ഹോൾ ഫാമിലി പിന്നാലെ പോയതല്ല കേട്ടോ. ഇതൊരു ഫാമിലി ട്രിപ്പ്. അവരും വന്ന് വലിയ സന്തോഷം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓസി ഇല്ലാതെ എവിടെയെങ്കിലും പോകുന്ന വെച്ചാൽ റിയലി സാഡ്. ഐ ഓൾവേസ് എവിടെ പോയാലും ഐ വിഷ് ടു ഹാവ് ഓൾ മൈ ചിൽഡ്രൻ ടുഗെദർ. ഓസിയും കൂടെ ഉള്ളതുകൊണ്ട് ഐ എം വെരി ഹാപ്പി, അശ്വിനും കൂടെ ഉള്ളതുകൊണ്ട് ഐ എം വെരി ഹാപ്പി, ദേ ആർ വെരി ഹാപ്പി. ആൻഡ് അവിടെ ഇവിടെയൊക്കെ മീംസ് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ വെറുതെ ഒരു തമാശയായിട്ടങ്ങ് എടുക്കാം. they are having a great time, they are having lot of privacy. അല്ലാതെ മറ്റതുപോലെ നമ്മുടെ മിഥുനം സിനിമ പോലെയൊന്നുമല്ല. ആൻഡ് ഒരുമിച്ചായതുകൊണ്ട് ലൈക്ക് ഇറ്റ്സ് എ വെരി ന്യൂ പ്ലേസ്. നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ച് ഡെസേർട്ടഡ് പോലെയാണ്. നമ്മൾ ഇന്നലെയൊക്കെ താമസിച്ച ആ വില്ലയൊക്കെ ഉള്ളി വീവതെ നമ്മൾ മാത്രമായിരുന്നു അതിനകത്ത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഫാമിലി പോലെ ആകുമ്പോൾ എന്ത് ധൈര്യമായിട്ട് എല്ലാവർക്കും ഇരിക്കുകയല്ലേ. ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമാണെങ്കിൽ എനിക്ക് ഇപ്പോൾ അതുപോലത്തെ ബിസിയർ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല. എന്നാലും കുറച്ച് ഇതുപോലത്തെ സ്ഥലത്ത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ധൈര്യമാണ്. ആൻഡ് അശ്വിൻ നന്നായിട്ട് നമ്മുടെ വീട്ടിലൊരാളെ പോലെ ഹീസ് ഇസ് മിംഗ്ലിങ് ആൻഡ് ഗെറ്റിംഗ് along well with all of us. So it's a nice trip. We are enjoying the trip. ഇനി we have I think 2-3 more days. ഇനി എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ഊഞ്ഞാലിൽ പറക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കണ്ടോ?
ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി കമൻസ് വന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ആർ വെരി ഹാപ്പി ഫോർ മീ. സന്തോഷം. എന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുന്നു, ഞാൻ കുറച്ച് എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ അതിലൊരു സന്തോഷം തോന്നും. സോ താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗിൻ്റെ ഒരു പോർഷനിൽ അവർ ഗെറ്റിംഗ് റെഡി ടു ഗോ, ഞാനവിടെ വെറുതെ ഇരിക്കുന്നു എന്നൊക്കെ ഞാൻ എടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ചെയ്യണോ, ചെയ്തുകൂടെ, ഇനി നമ്മളിതുപോലെ ഇവിടെ വരുമോ, ഒന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വെച്ച് ചെയ്യാമല്ലേ. അങ്ങനെയാണ് കിച്ചു ഒരു ചെറിയ മഞ്ഞ കളർ ടീഷർട്ട്, മഞ്ഞ ഷെയ്ഡുള്ള ടീഷർട്ടാണ്, ഗ്രീൻ ഷെയ്ഡോ, അതുകൊണ്ടാണ് ഞാനും പോയി അതിന് മാച്ചായിട്ടൊരു യെല്ലോ കളർ ഡ്രസ്സ് എടുത്തത്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ഗുഡ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ആക്ച്വലി ഞാൻ സ്ലിപ്പറി സ്ലൈഡിൽ കയറാറില്ല. ഹൈറ്റുള്ള ഒരു പൊങ്ങി പോകുന്ന സ്വിങ് പോലെ ഞാൻ പോകും. എനിക്ക് ഭയങ്കര പേടിയാണ്. ഹൈറ്റ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ആസ് എ ചൈൽഡ് ഐ യൂസ് ടു റെയർലി ഗോ ഇൻ എനി ഓഫ് ദീസ് തിങ്സ്. ഈ സിംഗപ്പൂരൊക്കെ പോകുമ്പോൾ ഇവരുടെ കൂടെ അമ്യൂസ്മെൻറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ കയറാറുണ്ട്. പലപ്പോഴും ഞാൻ കണ്ണിങ്ങനെ അടച്ചിരിക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ റോളർ കോസ്റ്റർ അതിലൊന്നും കയറത്തില്ല കേട്ടോ, അതെനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും ഇങ്ങനെ വളരെ ഈ ഹൈറ്റിനെയൊക്കെ ഭയങ്കര പേടിയുള്ള എനിക്ക് ഇതിൽ കയറാൻ പറ്റി. ആൻഡ് ഐ എം വെരി ഹാപ്പി. എന്താ ഇതാ എൻ്റെ നടു റെഡിയാക്കാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. എൻ്റെ നടു റെഡിയാക്കുന്ന ആൾ വന്നിട്ട് എനിക്കായിട്ടൊരു കട്ട ഐസുമായിട്ട് വെച്ച കിച്ചു. എനിക്ക് എവിടെയാണ് വേദനയെന്ന് പോലും അറിയാൻ വയ്യ. കിച്ചു എനിക്ക് എത്തത്തില്ല. ആ കുഷൻ വെക്ക്, ആ കുഷൻ്റെ എൻ്റെ ഇടയിൽ വെക്ക്. എൻ്റെ നടു ശരിയാക്കിയിട്ട് അടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കുവാണ് മിസ്റ്റർ കൃഷ്ണകുമാർ. ഈ അടുത്ത് കിച്ചുവിനായിട്ട് എവിടെയൊക്കെയോ പോയപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. ട്രിവാൻഡ്രത്ത് നിന്ന് ചെയ്തു, ഡൽഹിയിൽ നിന്ന് ചെയ്തു, അതുപോലെ എവിടെയൊക്കെയോ ഞാൻ പോയപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. ആൻഡ് അത് ഈ ബാലി ട്രിപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടൊന്നും അല്ല കേട്ടോ. ബാലി ട്രിപ്പ് ടോക്സിലുണ്ടായിരുന്നെങ്കിലും ഡേറ്റ് ഒന്നും ഫിക്സ് ആവാത്തതുകൊണ്ട് വി വർ നോട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. സോ ലൈക്ക് അതിനു വേണ്ടിയുള്ള ഷോപ്പിങ്ങേ ചെയ്തത്. പക്ഷേ ഈ അടുത്ത കാലത്ത് കിച്ചുവിന് വേണ്ടി ഞാൻ ഷോപ്പ് ചെയ്ത എല്ലാ ഡ്രസ്സും ആക്ച്വലി ബാലി വൈബായിരുന്നു. കിച്ചു അങ്ങനെ നിക്കറൊക്കെ ഇട്ട്, അങ്ങനെ പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ നടക്കുക. ഒരിടയ്ക്ക് പൂക്കളുള്ള ഷർട്ടൊന്നും വാങ്ങത്തില്ലായിരുന്നു. ഈ അടുത്തായിട്ട് കുറേ ഞാൻ വാങ്ങി ആ ടൈപ്പ് ഹാഫ് കൈയുള്ള കുറേ ഷർട്ട് വാങ്ങി. സോ ഗുഡ്. കിച്ചു അല്ലെങ്കിൽ ഇടുന്ന ജുബ്ബയും മുണ്ടും മറ്റേ BJP കോട്ടും അതൊന്നും ഇല്ലാതെ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ചെത്ത് പയ്യനായിട്ട് തൊപ്പിയൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് നമ്മളിവിടെ നടക്കുവാണ്. ഈസ് ഓൾസോ എൻജോയിങ് ദിസ് പ്ലേസ്. അപ്പോൾ ഇന്നിവിടെ അപ്പോൾ രാത്രി ഡിന്നറിന് എന്ത് ചെയ്യും? ഇവിടെ നാളെ ബ്രേക്ക്ഫാസ്റ്റേ ഉള്ളൂ, ഡിന്നർ. അപ്പോൾ കിച്ചു ആ ഫുഡൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ട് റിലാക്സ് ആക്കി വീട്ടിൽ സന്തോഷമാണ് ഫുഡില്ലെങ്കിൽ. എനിക്ക് ഉള്ളിൽ സന്തോഷം. ഇന്ന് ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സാമ്പാർ എൻ്റെ കൈ തട്ടി ഓസിയുടെ കയ്യിലും കാലിലും കൂടെ വീണ് കേട്ടോ. ആൻഡ് ഐ എം ഫീലിംഗ് സോ ബാഡ്. അടയാളമൊന്നും വരാതിരുന്നാൽ മതി. അപ്പം തന്നെ ഐസ് വെച്ചു, അപ്പം തന്നെ പേസ്റ്റൊക്കെ ഞാൻ തേച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ആക്ച്വലി പിള്ളേർക്കൊന്നും അങ്ങനെ അധികം പറ്റിയിട്ടേ ഇല്ല. ലൈക്ക് ഫ്രം മൈ ഹാൻഡ് അവർക്ക് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല, വെരി റെയർലി. അപ്പോൾ ഇന്ന് എനിക്കത് വളരെ ഫീലായി. ഓസിയുടെ അടുത്തിരുന്ന സാമ്പാർ ഞാനിങ്ങനെ കൈയെത്തി എടുക്കാൻ പോയതാണ്. ഞാനിങ്ങനെ എടുത്ത് തരാൻ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ ഞാനിങ്ങനെ അങ്ങോട്ട് കൈ എത്തിയതും എൻ്റെ കൈ തട്ടി ടക്കെന്ന് അങ്ങോട്ട് ചരിക്കും. അപ്പോൾ ഓസി ഷോർട്ട്സ് ഇട്ടിരുന്നതുകൊണ്ട് കാലിലോട്ട് അങ്ങ് ടേബിളിൽ നിന്ന് അങ്ങ് ലീക്കായി പോയി അങ്ങ് വീണ്. ഭയങ്കര ഹോട്ടായിരുന്നു. സോ ഐ എം ഫീലിംഗ് വെരി ബാഡ്. ഐ ഹോപ്പ് അടയാളമൊന്നും ആവാതിരുന്നാൽ മതി. നല്ല ഭംഗിയുള്ള നല്ല വെളുത്ത കാലാണ് ഓസിയുടെ കാല്. സോ ഐ ഹോപ്പ് അടയാളമൊന്നും വരാതെ. അല്ലെങ്കിലേ ഓസിയുടെ കാല് കുറേ നാൾ മുമ്പ് ബാംഗ്ലൂർ ഏതോ പോയിട്ട് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയിട്ട് ഏതോ ഒരു ബൈക്കിൻ്റെ സൈലൻസറിൽ എന്തോ പോയി ചാരി കാല് പൊള്ളിയ സമയത്ത് എന്നെ അറിയിച്ചു. ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുത്തു, മെഡിസിൻസ് ഒക്കെ ഇട്ട് ട്രിവാൻഡ്രം. അന്ന് ഞങ്ങൾ എവിടെയോ ആയിരുന്നു കേട്ടോ. ഞാനും അമ്മും വേറെ എവിടെയോ ട്രാവലിംഗ് ആയിരുന്നു. ഈവൻ ബെഹറിനോ സംതിങ് കൂടെ. ആ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞു ഓസി, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പറഞ്ഞു വെച്ചു, SP വെൽനസ്സിൽ പറഞ്ഞു വെച്ചു. അവിടെ അവിടെ ഡോക്ടറോട് വരെ പറഞ്ഞു വെച്ചു, പോയി കാണിച്ച് വേണ്ട മരുന്നിടണേന്ന് പറഞ്ഞു. അവൾ പോയില്ല. അതിപ്പോൾ നല്ലൊരു അടയാളമായി. ചില സമയത്ത് പോലെ ഓസി പറഞ്ഞാൽ കേൾക്കത്തില്ല. അല്ലെങ്കിൽ അതിപ്പോൾ നീ കാണുമ്പോൾ വലിയ സങ്കടമുള്ള കാലിൽ ഒരു ആവശ്യമില്ലാതൊരു ബിഗ് ഒരു ബ്രൗൺ വലിയ സ്പോട്ട്, ഇത്രയുള്ളൊരു സ്പോട്ടായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒക്കെ തന്നെ ഇനിയുള്ള എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ വ്ളോഗ് ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റോപ്പ് ഹിയർ. ബിക്കോസ് അത്യാവശ്യം ലെങ്തായി കാണും. ബാക്കിയെല്ലാം നമുക്ക് ഇനി ഞാൻ നാളെ തൊട്ട് കാണാൻ പോകുന്നത് മേ ബി ഐ പുട്ട് ഇറ്റ് ഇൻടു അനദർ വീഡിയോ. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. ഓക്കെ, take care all of y'all. See you all soon in my next video.
താങ്ക് യു ഫോർ ഓൾ ദ ലവ് കേട്ടോ. എനിക്ക് അടുത്ത് 5 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അത് 10 ആയി, 20,000 ആയി, 30 ആയി, 35,000 ആയി, ഇങ്ങനെ കൂടി പോകുന്നു. ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. 5 ലക്ഷം ആയതിൻ്റെ കേക്ക് ഇപ്പോഴും പെൻഡിങ് ആണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് പോയിട്ട് അത് ആഘോഷിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു തന്മീനെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ലിയാനും തന്മീൻ 23rd പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ അവരുടെ ചെറിയൊരു തന്വിയുടെ പാസ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂ, തന്വിക്ക് PR കിട്ടിയതുകൊണ്ട് ഒരുപാട് ദിവസം മുമ്പ് September 9th ബാംഗ്ലൂർ പോയപ്പോൾ പാസ്പോർട്ട് കാനേഡിയൻ എംബസിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് സീൽ ചെയ്ത് വരാനായിട്ട്. ആസ് യൂഷ്വൽ അവന്മാരൊന്ന് ഉഴപ്പി, അതിൻ്റെ ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് മിക്കവാറും തന്വിയുടെ ടിക്കറ്റ് കുറച്ചുകൂടെ പുഷ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴും അവർ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്വി അവിടെ കാണില്ലല്ലോ എന്നോർത്തിട്ട് ശരിക്കും വിഷമമായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി തന്വിക്ക് മിക്കവാറും, എനിക്ക് തന്വി ടിക്കറ്റ് ഇതുവരെ മാറ്റിയിട്ടില്ല, മിക്കവാറും നാളെ മാറ്റും. അതിനെക്കുറിച്ചുള്ള സംസാരം നടക്കുകയാണ്. ബിക്കോസ് കാനേഡിയൻ എംബസിയിൽ നിന്ന് ആ പാസ്പോർട്ട് എങ്ങും നീങ്ങിയിട്ടില്ല, അവിടെ തന്നെ സ്റ്റക്കാണ്. റീസണൊന്നുമില്ല. ഞാൻ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻസിൻ്റെയൊക്കെ പാസ്പോർട്ട്സൊക്കെ ഒന്ന് പിടിച്ച് വെക്കുന്നത് ഇപ്പോൾ അവരുടെ ചെറിയൊരു ഹോബിയാണ്. കാനേഡിയൻ എംബസിയിൽ വർക്ക് ചെയ്യുന്ന വല്ല മലയാളികളും എൻ്റെ വീഡിയോ കാണാതിരുന്നാൽ കൊള്ളാം. കാണുവാണെങ്കിൽ ശരിക്കും അങ്ങനെ ആണോ എന്നും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. ബിക്കോസ് 9th കൊടുത്തതാണ് അവർ. ഇൻസൈഡ് 10 working days തിരിച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഇസ് ബൈ ഒരു 19th. അത് ഇന്ന് 19th 20th കണ്ടായില്ലേ. സോ ബൈ 19th സംതിങ് തിരിച്ച് കിട്ടേണ്ടതായിരുന്നു, തിരിച്ച് കിട്ടിയില്ല. സോ ഐ ഡോണ്ട് നോ ദ ഡിലേ. എന്താണ് ഇങ്ങനത്തെ ഡിലേ എന്ന് അറിയത്തില്ല. എനിവേ ലെറ്റ്സ് സീ. എന്തായാലും കുറച്ച് ദിവസം കൂടെ തന്മി ചെയ്യാനും നാട്ടിൽ നമ്മുടെ കൂടെയൊക്കെ നിന്നാൽ ഇറ്റ്സ് ഗുഡ്. മേ ബി അവനെ കുറച്ചുകൂടെ മലയാളമൊക്കെ പഠിപ്പിക്കാൻ. പണ്ട് എൻ്റെ ഫ്രണ്ട് ദീപ ഉണ്ടല്ലോ, ദീപ നായർ. ദീപ ലണ്ടനിലായിരുന്നു അന്ന്, ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ദീപയുടെ ഫാദർ മരിച്ച ആ സമയത്ത് നാട്ടിൽ വന്നപ്പോൾ ഇവിടെ അടുപ്പിച്ചൊരു 2-3 മാസം നിന്നു. അപ്പോൾ ദീപയുടെ മോൻ കുഞ്ഞായിരുന്നു, കണ്ണനെ ഇവിടെ ശാസ്ത്രമംഗലത്തുള്ള ഒരു ഹരിശ്രീ എന്നാണെന്ന് തോന്നുന്നു പേര്, ഒരു ഡേ കെയറിൽ വിടുമായിരുന്നു. അങ്ങനെ അവ 2 മാസമൊക്കെ അവിടെ പോയിരുന്നു. അപ്പം മിക്കപ്പോഴും ഞാൻ പകലൊക്കെ ദീപയുടെ കൂടെ കറങ്ങാൻ പറ്റുന്നത് ഹൻസ് ബേബിയാണ്. ഹൻസിനെ കളിച്ചിവിടെ മൂത്തതാണ് കണ്ണൻ. അപ്പോൾ ഹൻസ് ബേബിയുടെ നമ്മൾ ഈ ദീപയുടെ മോനെ പിക്ക് ചെയ്യാൻ പോകും. അപ്പോൾ ഹൻസികയുടെ വിചാരം ആ ഡേ കെയറാണ് ലണ്ടൻ. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് ദീപയൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ വഴി പോകുമ്പോൾ ഹൻസിനോടെ അമ്മ ലണ്ടൻ കാരണം ദീപയുടെ മോൻ ഇറങ്ങി വരുന്ന ഡേ കെയർ ഹൻസിക വിചാരിച്ച് അതാണ് ലണ്ടൻ കേട്ടോ. സോ സ്വീറ്റ്. അങ്ങനെ അപ്പോൾ ദീപയുടെ മോനെ കുറച്ച് നാൾ ആ ഡേ കെയർ വിട്ടായിരുന്നു. പിന്നെ തന്വിയോട് പറയണം ഇവിടെ അധികം ദിവസം നിൽക്കണമെങ്കിൽ കുറച്ച് ദിവസം അവനെ ഒന്ന് ഏതെങ്കിലും ഇവിടുത്തെ ഒരു ഡേ കെയർ വിട്ടാൽ അവൻ്റെ എനർജിയൊക്കെ അവൻ അവിടെ പോയി ഒന്ന് മറിഞ്ഞു തീർക്കും. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാളൊരു എക്സ്ട്രാ എനർജിയാണ് ഈ ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ. അത് വീട്ടിൽ തന്നെ ആകുമ്പോഴത്തേക്ക് അത് അവരൊക്കെ തീർക്കാൻ പറ്റത്തില്ല. അത് വീട്ടിലെല്ലാവരും പെണ്ണുങ്ങളും കൂടെ ആകുമ്പോൾ നമുക്കൊക്കെ ഒരു കുറച്ച് നേരമൊക്കെ ഓടാൻ ചാടയും എൻ്റർടൈനൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മളങ്ങ് ടയർഡാവും. ഞാനാണെങ്കിൽ പെൺകുട്ടികളെ മാത്രം വളർത്തിയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഐ എം സോ യൂസ് ടു വളരെ ക്വയറ്റ് ആൻഡ് വളരെ പീസ്ഫുള്ളായിട്ടിരിക്കുന്ന കുട്ടികളെ നോക്കി എനിക്ക് ശീലമുള്ളൂ. എൻ്റെ പിള്ളേരൊന്നും ഇങ്ങനെ ഒന്നും വയലൻ്റായിട്ട് ചെയ്ത് എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. ഞാനാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ്. പിള്ളേർ ഓടി സ്റ്റെപ്പ് കയറുന്നു, ഓടി സ്റ്റെപ്പ് ഇറങ്ങുന്നു, അതൊന്നും എനിക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ വീഴും എന്നുള്ളത്. നമ്മുടെ പിള്ളേരെല്ലാം ഗേൾസ് ആയിരുന്നുകൊണ്ട് പൊതുവെ എല്ലാം കുറച്ച് പാവങ്ങളായിരുന്നു. ആകെ കൂട്ടത്തിൽ ഓസി മാത്രമായിരുന്നു കുറച്ച് എങ്കിലും ഒന്ന് ഓടുന്നതും. ഓസി എപ്പോൾ ഓടിയാലും വീഴുകയും ചെയ്യുമായിരുന്നു. ബാക്കി അമ്മുവായാലും ഇഷാനി ഹൻസൊക്കെ പാവം കുട്ടികളായിരുന്നു. ഡോള് പോലെ അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുന്ന പാവം. ജസ്റ്റ് അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, കുറച്ച് അതുപോലത്തെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഫ്രെയിമാണ്. ഇരുട്ടി തുടങ്ങി, നമ്മൾ വന്നപ്പോൾ നല്ല ബ്രൈറ്റായിരുന്നു. ഇരുട്ടി തുടങ്ങിയാണ്. സീ ഈസ് സോ പീസ്ഫുൾ. പക്ഷേ ഇവിടെ ഒരു ബീച്ച് ആക്സസ് ഇല്ല. അതുകൊണ്ട് ഒരു ബീച്ച് ഉണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ഇതുവഴി ആരും ബീച്ചിലോട്ട് ഇറങ്ങാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ നമ്മൾ ഇവിടുത്തെ ഒരു ഡയമണ്ട് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിൽ പോകുന്നുണ്ട്. നല്ല ബീച്ചാണെന്നാണ് പറഞ്ഞാൽ. പക്ഷെ അവിടെ ഒരു കുത്തനെ ഒരു മല പോലെ നിന്നിങ്ങനെ ഇറങ്ങാനൊക്കെ ഒരു 15 മിനിറ്റ് ഇറങ്ങണം എന്നൊക്കെ കേട്ട്. അപ്പോൾ ഇനി നാളെ അവിടെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ നമുക്കതൊക്കെ ഷെയർ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. ടേക്ക് കെയർ. ബൈ. എൻ്റെ പുതിയ ഫ്രോക്ക് കൊള്ളാവോ? എത്നിക് വീവിൽ നിന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഇറ്റ്സ് എ വെരി സോഫ്റ്റ് കോട്ടൺ.
നല്ല കംഫർട്ടബിളാണ്. ഞാൻ ഈ ട്രിപ്പിന് വേണ്ടി ഒരു 3-4 ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തായിരുന്നു. അതിലൊന്നാണിത്. ചുരിദാറും എടുത്തുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ ചുരിദാർ ഇടുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും. എന്നാലും ഇരുന്നിത് ദിസ് ഇസ് വെരി കംഫർട്ടബിൾ. ഇന്ന് ട്രാവൽ ചെയ്യാനും ഈ ബോട്ടിൽ കയറി വന്നതൊക്കെ കൊണ്ട് നമ്മൾ നന്നായിട്ട് ബോഡി കവറും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റേ ഒരു ദുപ്പട്ട പാൻറ്റ് അതിൻ്റെ ഒന്നും ഒരു ഉപദ്രവവും ഇല്ല. അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, പിന്നെ ഞാൻ ഇനിയിപ്പോൾ കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ, ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.